+1 +2 പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു വേർഡാണ് കീം. എന്താണ് കീം? കീം എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കീം പഠിക്കുന്നുണ്ടോ? നീ കീം എവിടം വരെയായി പഠിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡുകളിലൊക്കെ ഇങ്ങനെ കീം എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലർക്ക് ഈ കീം എന്താന്ന് അറിയാൻ പാടില്ലാത്തവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു ധാരണയില്ലാത്തവരുണ്ടായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കീമിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എന്താണ് കീം എന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പൊ എന്താണ് കീം എന്ന് പറയുന്നതിന് മുമ്പ് ഈ കീമിന്റെ ഫുൾ ഫോം ഒന്ന് നോക്കാം. കീമിന്റെ ഫുൾ ഫോം ഇങ്ങനെയാണ്: കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ആൻഡ് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, നോക്കിയേ, കേരളത്തിലെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും മെഡിക്കൽ ഫീൽഡിലേക്കും ആർക്കിടെക്ചർ ഫീൽഡിലേക്കുമുള്ള പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള അഡ്മിഷന് വേണ്ടി നടക്കുന്ന എന്താണ് എൻട്രൻസ് എക്സാം. അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, കേരളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് എക്സാമുകളെയാണ് നമ്മൾ കീം എന്ന് വിളിക്കുന്നത്. കേട്ടല്ലോ, കേരളത്തിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി എഴുതാൻ പറ്റുന്നതാണ് കീം എക്സാമുകൾ. അത് എവിടെയൊക്കെ ഉള്ളതൊക്കെയാണ്? എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കും ആർക്കിടെക്ചർ ഫീൽഡിലേക്കും മെഡിക്കൽ ഫീൽഡിലേക്കുമുള്ള പ്രൊഫഷണൽ കോളേജുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമുകളെയാണ് നമ്മൾ കീം എക്സാം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അവിടെ നിങ്ങൾ അഡ്മിഷൻ നേടണമെങ്കിൽ ഈ കീം എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം. ഓക്കെ അല്ലേ? ഇനി ഏതൊക്കെ ഫീൽഡുകളിലേക്കാണ് കീം എക്സാം വേണ്ടത്? നോക്കിയേ, എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകുന്നവർക്ക് കീം എക്സാം എഴുതിയിരിക്കണം. ഫാർമസി ഫീൽഡിലേക്ക് പോകുന്നവർ കീം എക്സാം എഴുതിയിരിക്കണം. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സിലേക്ക് പോകുന്നവരും കീം എക്സാം എഴുതിയിരിക്കണം. അടുത്ത ആർക്കിടെക്ചർ ഫീൽഡിലേക്ക് പോകുന്നവരും കീം എക്സാം എഴുതിയിരിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഞാൻ 2 കളർ കൊടുത്തിരിക്കുന്നതിന്റെ കാര്യം വെറുതെ അല്ല. അതായത് എഞ്ചിനീയറിംഗും ഫാർമസിയും നിങ്ങൾ കീം എക്സാം മാത്രം എഴുതുന്ന ഒരാളാണെങ്കിൽ, എന്താണ്, നിങ്ങൾ കീം എക്സാം മാത്രമാണ് എഴുതുന്നത്. അങ്ങനെ നിങ്ങൾ കീം എക്സാം മാത്രം എഴുതുന്ന ഒരാളാണെങ്കിൽ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, എന്താണ്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ നിങ്ങൾക്ക് കീം എക്സാം, കീം എൻട്രൻസ് ഉപയോഗിക്കാം. അതുപോലെ കേരളത്തിലെ ഫാർമസി കോളേജുകളിലേക്ക്, ബിഫാം പോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കീം എക്സാം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ കീം എക്സാം മാത്രം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കോളേജുകൾ അല്ലെങ്കിൽ ഈ 2 ഫീൽഡിലേക്ക് മാത്രമേ നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവുള്ളൂ. എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഒരു 40 to 42ഓളം കോഴ്സുകൾ ഉണ്ടാവും. അതുപോലെ ബിഫാം കോഴ്സുകളൊക്കെ വരുന്നതും ഇതിൽ 2ലും അഡ്മിഷൻ നേടാൻ വേണ്ടി നിങ്ങൾ മാത്രം മതിയാവും. പക്ഷെ ഇവർ 2 കണ്ടോ, ഏതാണ്? ഈ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സസും ആർക്കിടെക്ചറും. ഇവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സിൽ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ആദ്യം ഈ മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈൻഡ് കോഴ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഈ മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതൊരു 6 കോഴ്സുകൾ വരും. മെഡിക്കൽ അലൈൻഡ് കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അതും ഒരു 6 കോഴ്സ് വരും. ഏറ്റവും ഡിമാൻഡുള്ള കോഴ്സുകളാണ് ഇവയൊക്കെ. മെഡിക്കൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ MBBS, BDS, BAMS, BHMS, BUMS, BSMS അടക്കം എന്താണ് മെഡിക്കൽ അലൈൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി, അങ്ങനെ ഒരു 6 കോഴ്സുകൾ അതിനുമുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 2 കോഴ്സുകളും ഏതാണ്? ഈ മെഡിക്കലും മെഡിക്കൽ അലൈൻഡും ആർക്കിടെക്ചറും. ഈ 2 കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ കീം മാത്രം എഴുതിയാൽ പോരാ, പകരം അവരുടെ നാഷണൽ എൻട്രൻസ് എക്സാമായ, ഇപ്പോൾ എന്താണ്, മെഡിക്കൽ ഫീൽഡിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നീറ്റ് എഴുതിയിരിക്കണം നിർബന്ധമായിട്ടും. എന്താണ്, പിന്നെ എന്താണ്, ആർക്കിടെക്ചർ ആണെങ്കിൽ നിങ്ങൾ നാറ്റ എഴുതിയിരിക്കണം നിർബന്ധമായിട്ടും. ഇത് വെച്ചായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. പക്ഷേ ഇങ്ങനെ എഴുതിയ എൻട്രൻസ് എക്സാമുകളിൽ നിന്ന് നിങ്ങൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കീം രജിസ്റ്റർ ചെയ്തിരിക്കണം. എന്താണ്? കീം രജിസ്റ്റർ ചെയ്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്കും കേരളത്തിലെ ഫാർമസിയിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ കീം മാത്രം എഴുതിയാൽ മതിയാവും. ഇനി അതല്ല, മെഡിക്കലും മെഡിക്കൽ അലൈൻഡ് കോഴ്സുകളിലേക്കും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതണം? നീറ്റും നാറ്റയും എഴുതണം. പക്ഷെ നിങ്ങൾക്ക് കേരളത്തിലാണ് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഇതിന് 2നും വേണ്ടി മാത്രം കീം രജിസ്റ്റർ ചെയ്താൽ മതി. കേട്ടല്ലോ, രജിസ്റ്റർ ചെയ്താൽ മതി. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യണമെന്നോ എക്സാം എഴുതണമെന്നോ ഒരു നിർബന്ധമില്ല, നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത് നോക്ക്, എന്താണ് ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ +1 +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നത് മാത്രമാണ് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ വരുന്നത്. നിങ്ങൾ +1 +2 കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ ഇതിന്റെ ഒരു എന്താണ് ഏജ് ലിമിറ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു 17 years മുതലാണ് നോക്കുന്നതെന്നൊക്കെ. പക്ഷെ അതൊരു വെയ്ഗായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ +1 +2 കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കീം എക്സാമിന് അറ്റൻഡ് ചെയ്യാം. പിന്നെ എന്താ, ഇതിനൊരു അപ്പർ ഏജ് ലിമിറ്റ് ഒന്നും ഇതുവരെ എത്ര വയസ്സ് വരെ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ +1 +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കീം എക്സാമിന് അറ്റൻഡ് ചെയ്യാം. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്. നമുക്ക് ഫിസിക്സ്,
കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റുകളിൽ നിന്നാണ് ക്വസ്റ്റ്യനുകൾ വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം മാത്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻ 75 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫിസിക്സിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസും കെമിസ്ട്രിയിൽ നിന്ന് ഒരു 30 ക്വസ്റ്റ്യനും. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ പറയുന്നത്. 75 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നും 45 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ. അപ്പൊ മൊത്തം എത്ര ക്വസ്റ്റ്യൻ ആയി? 150 ക്വസ്റ്റ്യൻ ആയി. ഓക്കെ അല്ലെ? ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ്. അതായത് 600 മാർക്കിലാണ് നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓക്കെ അല്ലെ? ടോട്ടൽ 150 ക്വസ്റ്റ്യൻ ആയി. അപ്പൊ 600 മാർക്കിലാണ് നിങ്ങൾ എക്സാം നടക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഫാർമസി ഫീൽഡിലേക്ക് പോകാനുള്ള ആൾക്കാരാണെങ്കിൽ, ഫാർമസി കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് മാത്സ് ഉണ്ടാവില്ല. ഓക്കെ അല്ലെ? മാത്സ് ഇല്ല നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ മാത്സ് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഫാർമസി ഫീൽഡിലേക്ക് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ എന്താണ് മാത്സ് പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും കേട്ടല്ലോ. അതുപോലെ എല്ലാ ക്വസ്റ്റ്യനുകളും MCQ ടൈപ്പിലായിരിക്കും. നെഗറ്റീവ് മാർക്സ് ഉണ്ടാവും. ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് വീതമാണ് വരുന്നത്. ഓക്കെ അല്ലെ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താണ് സിലബസ്? നിങ്ങൾ +1 +2 പഠിക്കുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഇവിടെയും നിങ്ങളുള്ളത്. അതായത് നിങ്ങൾ +1 +2 പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളുടെ സിലബസിൽ വരുന്നത്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കൃത്യമായിട്ട് +1 +2 നീറ്റായിട്ട് പഠിച്ചാൽ നന്നായി നിങ്ങൾക്ക് കീമിന് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ പിന്നെ ഇതിന്റെ ഒരു ഹാർഡ്നെസ് ലെവൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു JEE വരെ ബുദ്ധിമുട്ടുള്ള രീതിയിലല്ല ചോദിക്കുന്നത്. എന്നാൽ ബോർഡിൽ നിന്ന് കുറച്ച് മുകളിലേക്കുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അപ്പൊ കീമിന് വേണ്ടി പഠിക്കേണ്ടവർ, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു നല്ല എഞ്ചിനീയറിംഗ് കോളേജ് അല്ലെങ്കിൽ നല്ലൊരു ഫാർമസി കോളേജിലേക്ക് അഡ്മിഷൻ വേണം എന്നുള്ള ഒരു കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും കീമിന് ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കീം ബാച്ച് ഒക്കെ ഉണ്ട്. കീം ബാച്ചിന്റെ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ ജോയിൻ ചെയ്യുക, വിളിക്കുക. നിങ്ങൾ ആവശ്യമുള്ള രീതികൾ അവിടെ തിരക്കിയാൽ മതി. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ബാച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല, കീമിനെ കുറിച്ച് കുട്ടികൾക്കുള്ള സംശയങ്ങൾ മാറ്റാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അപ്പൊ കീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുള്ളത്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജും ഫാർമസി കോളേജുകളിലേക്കും അഡ്മിഷന് വേണ്ടിയാണ് കീം എക്സാം മാത്രം എഴുതേണ്ടത്. ബാക്കി മെഡിക്കലും മെഡിക്കൽ അലൈൻഡ് കോഴ്സുകളിലേക്കും ആർക്കിടെക്ചർ കോഴ്സുകളിലേക്കും അഡ്മിഷൻ വേണമെങ്കിൽ അതിന്റെ നാഷണൽ എൻട്രൻസ് എക്സാം നിങ്ങൾ എഴുതണം. എന്നിട്ട് കേരളത്തിലാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ നിങ്ങൾ കീം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് നിർബന്ധം. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് കീമിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക, ബാച്ചിൽ ഡീറ്റെയിൽസ് അറിയുക, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. +1 +2 കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും നല്ലൊരു കോളേജിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ ബിൽഡ് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ.